നമ്മളിതിൽ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് KC മുഖ്യമന്ത്രി ആയില്ലെങ്കിലും KCയെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ചാണ്ടി ഉമ്മനാണ്. VT ബൽറാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഘടകകക്ഷിയും ആയിട്ടുള്ള മാണി സി കാപ്പൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചില പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ മാണി സി കാപ്പനോടൊക്കെ കാണിച്ചിരിക്കുന്നത് നീതികേടാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഏറ്റവും അവസാനമായി കടന്നു വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജനീഷിൻ്റെ ഒക്കെ പേരാണ്. അതുപോലെ തന്നെ തുളസി ടീച്ചർ വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ വരവാണ് യഥാർത്ഥത്തിൽ എല്ലാ ആളുകളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘകാലമായുള്ള മുരളീധരൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഒരു നേട്ടം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളിതിൽ കാണേണ്ടതുണ്ട്. മുരളി മന്ത്രിയാവുന്നു എന്നുള്ളത്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, പുതിയ മന്ത്രിസഭ ഇപ്പോൾ മുസ്ലിം ലീഗിന് മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണുള്ളത്. CP ജോൺ മന്ത്രിയാവും, അനൂപ് ജേക്കബ് മന്ത്രിയാവും. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് 11 പേര്, മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ 21 അംഗ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭ പൂർത്തിയാകുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ചാണ്ടി ഉമ്മനാണ്. VT ബൽറാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ഘടകകക്ഷിയും ആയിട്ടുള്ള മാണി സി കാപ്പൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചില പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ മാണി സി കാപ്പനോടൊക്കെ കാണിച്ചിരിക്കുന്നത് നീതികേടാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് UDFന്റെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പാല പോലുള്ള സ്ഥലത്താണ് അദ്ദേഹം പാല പോലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തുന്നത് ഒരു നീതികേടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ ഏറ്റവും വലിയ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു കയറിയ ഒരു സ്ഥാനാർത്ഥിയാണ്. കൂടാതെ VT ബൽറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃത്താലയിൽ നിന്ന് MP രാജേഷിനെ പരാജയപ്പെടുത്തി കയറി വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം VT ബൽറാമും അർഹനായിരുന്നു. എന്നാൽ ഒരുപക്ഷെ മാറ്റി നിർത്താൻ സാധിക്കുമായിരുന്ന ചില ആളുകളെ ഇതിനകത്ത് മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് എല്ലാ തരത്തിലുമുള്ള സാമുദായിക സമവാക്യങ്ങൾ, ജില്ലയുടെ മറ്റ് പ്രത്യേകതകൾ, അങ്ങനെയൊക്കെയുള്ള പല പരിഗണനകൾ വെച്ചിട്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിക്കുന്നതെന്നാണ് VD സതീശൻ ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പരിഗണിക്കപ്പെടേണ്ടതായ നിരവധി ആളുകൾ പുറത്താണ്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായ ഇവർ മാത്രമാണ് കഴിവുള്ളവർ എന്നുള്ള വിശ്വാസമില്ല. കഴിവുള്ളവർ ഒരുപാട് ആളുണ്ട്. പക്ഷേ പല രീതിയിലും പല സമവാക്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചയുടെ ഏറ്റവും അവസാനമായിട്ടാണ് മന്ത്രിസഭയുടെ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഇതിൽ ഏറ്റവും അവസാനമായി കടന്നു വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജനീഷിൻ്റെ ഒക്കെ പേരാണ്. അതുപോലെ തന്നെ തുളസി ടീച്ചർ വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെ വരവാണ് യഥാർത്ഥത്തിൽ എല്ലാ ആളുകളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് KC മുഖ്യമന്ത്രി ആയില്ലെങ്കിലും KCയെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. KC ആണ് കേരളത്തിലെ നിഴൽ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതുകൊണ്ട് KC ഏറ്റവും ശക്തനാണ് ഈ മന്ത്രിസഭയിൽ എന്ന് തന്നെയാണ് നമ്മൾ ഒറ്റ അടിക്ക് ഇത് കാണേണ്ടത്. അപ്പോൾ VD സതീശനും കൂടാതെ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന K മുരളീധരനും മാത്രമാണ് ഈ മന്ത്രിസഭയിൽ ഉള്ളത് എന്ന് നമ്മൾ കാണണം. പിന്നെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ മാത്രമാണ്. അവർക്ക് അത്തരത്തിൽ സ്പീക്കർ കഴിഞ്ഞ് വല്ലപ്പോഴും മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കുടിവെച്ച കാറിലൊക്കെ സഞ്ചരിക്കാം, ക്യാബിനറ്റ് പദവിയുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും വീട് കിട്ടുന്നു, എല്ലാ സൗകര്യങ്ങളും കിട്ടും. പക്ഷേ ഈ സൗകര്യങ്ങൾ മാത്രം പോരല്ലോ, മന്ത്രി ആവുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതായില്ല എന്നുള്ളതാണ്. ബിന്ദുകൃഷ്ണ മന്ത്രി ആവുന്നു. ഇത് അതാണ് പറഞ്ഞത്, സാമുദായിക സമവാക്യങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ലിജു എന്തായാലും മന്ത്രിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അല്ല, ലിജുവിന് അർഹതപ്പെട്ട ഒരു മന്ത്രിസ്ഥാനമാണ്. തീർച്ചയായും. കാരണം ഏറ്റവും കൂടുതൽ തോറ്റുപോയ പല തെരഞ്ഞെടുപ്പുകളിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള OJ ജനീഷിന്റെ കാര്യത്തിലും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം മന്ത്രിയാവണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം മന്ത്രിയായി അപ്രതീക്ഷിതമായി നമ്മൾ ആദ്യഘട്ട ചർച്ചകളിലൊന്നും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. അതുപോലെ റോജിയം ജോൺ വരുന്നു. റോജിയന്റെയും പേര് ആദ്യഘട്ടത്തിൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നില്ല. റോജിയം ജോണിനെ മറ്റേ നമ്മുടെ റോമിൽ നിന്നുള്ള നിയമനമാണ്. മറ്റേ കുവക്കാട്ട് പിതാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഇരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം അങ്കമാലിയിൽ വളരെ പ്രഗത്ഭനായ ഒരു യുവ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ, പിന്നെ മാത്രമല്ല ഇതൊരു വയസ്സന്മാരുടെ ഒരു സഭയല്ല എന്നുള്ള അമ്മയിൽ കാണേണ്ടത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഞാനിതിൽ തിരുവഞ്ചൂർ സ്പീക്കർ ഏറ്റവും മുതിർന്ന അംഗം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ ടീമിൽ ഇപ്പോൾ ബാക്കിയായിരിക്കുന്ന ഇപ്പോൾ MLA ആയിരിക്കുന്ന ആൾ തിരുവഞ്ചൂർ മാത്രമാണ്. അതുകൊണ്ട് തിരുവഞ്ചൂർ ദീർഘകാലമായി ഈ സഭയിൽ ഇരിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹം മന്ത്രി എന്ന നിലയിലൊക്കെ ഒരുപാട് ഷൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ്.
അദ്ദേഹത്തിന് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വാക്കുകളൊക്കെ തെറ്റിപ്പോകുന്നുള്ളതാണ്. അപ്പൊ ഇന്നൊക്കെ ഫേസ്ബുക്കിൽ നാക്കുപിഴവ് ഇന്ന് ഫേസ്ബുക്കിൽ പറയുന്നുണ്ട് ഫാത്തിമ തഹ്ലിയ എന്ന് എന്തായാലും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ചില തമാശകളൊക്കെ പറയുന്നല്ലാണ്ട് അദ്ദേഹം സഭാ നടപടികൾ അതെ അതെ സഭാ നടപടികൾ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ പ്രാപ്തനായ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തിരുവഞ്ചൂർ സ്പീക്കറായി വരുന്നു എന്നുള്ളത് എന്തായാലും സ്വാഗതാർഹമാണ്, ഏറ്റവും പ്രശംസനീയമാണ് തന്നെ പറയേണ്ടത്. പക്ഷേ ഇതിലുള്ള ആകെയുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രിക്ക് എത്രത്തോളം ഇത് വിജിലൻസും ഇല്ല, ആഭ്യന്തരം ഇല്ലാതിരിക്കുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ കുറച്ച് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ ആഭ്യന്തരവും വിജിലൻസും ഇല്ലാതെ പോയതുകൊണ്ട് VS അച്യുതാനന്ദന്റെ കാലത്ത് എന്തൊക്കെ ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിച്ചു. പക്ഷെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആഭ്യന്തരമന്ത്രി ആയിരുന്നു, ശരിക്കും അസോസിയേറ്റ് ചെയ്തിട്ട് പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിലും ഇതേപോലെ തന്നെ ആഭ്യന്തരം ഇല്ലാതിരുന്നു. അതിന്റെ ബുദ്ധിമുട്ടുകൾ മൊത്തം അനുഭവിച്ചാണ് ഉമ്മൻചാണ്ടി ആണ് ശരിക്കും പറഞ്ഞ ആഭ്യന്തരം കയ്യിലില്ലാതിരുന്നുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടിയ മുഖ്യമന്ത്രി. ബുദ്ധിമുട്ടല്ലേ പ്രശ്നത്തിൽ ചാടി. ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തന്നെയാണല്ലോ. അദ്ദേഹം പല കാര്യങ്ങളും അറിയാതെ പോകുന്നു, പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റാതെ പോകുന്നു, മുഖ്യമന്ത്രി എന്ന നിലയിൽ പകച്ചു നിന്ന് പോയ കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മന്ത്രിസഭയിൽ പക്ഷേ നമ്മളിൽ കാണേണ്ടത് ഘടകകക്ഷികളിലെ മന്ത്രിമാരെല്ലാം പുലികളാണ് എന്നുള്ളതാണ്. ഘടകകക്ഷികളിലെ എല്ലാ മന്ത്രിമാരും പുലികളാണ്. അതിൽ എനിക്ക് അബ്ദുൽ ഗഫൂർ എത്രത്തോളം പുലിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം മോശമാവാൻ സാധ്യതയില്ല. അദ്ദേഹം നിയമ വിദഗ്ധരൊക്കെയാണ്. അദ്ദേഹം നല്ല അഡ്വക്കേറ്റ് ആയിട്ട് ഇവിടെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് 2 തവണ മന്ത്രിയായിരുന്നു. അവസാന ഘട്ടത്തിൽ ചില അഴിമതി കേസിലൊക്കെ പാലാരിവട്ടം കേസിലൊക്കെ അകപ്പെട്ടു. എങ്കിൽ പോലും അദ്ദേഹം വകുപ്പ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിരുന്നൊരു മന്ത്രി തന്നെയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹത്തിന്റെ മകൻ ഇത്തവണ മന്ത്രിയാവുന്നു. കളമശ്ശേരിക്ക് വീണ്ടും ഒരു മന്ത്രി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പൊതുമരാമത്ത് വകുപ്പ് തന്നെ തീർച്ചയായിരിക്കും. പിന്നെ എന്നതിൽ ആകർഷിക്കുന്ന വേറൊരു സംഭവം, കെ മുരളീധരൻ ഒരു കാലത്ത് വൈദ്യുതി മന്ത്രിയായി. അദ്ദേഹത്തിന് കുറച്ചു കാലം മാത്രമേ മന്ത്രിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം തോറ്റുപോകുന്നു വടക്കാഞ്ചേരിയിൽ പോയിട്ട്. അതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇളയുന്നു. പിന്നീട് കോൺഗ്രസ് നിന്ന് പുറത്തു പോകുന്നു. പിന്നീട് കോൺഗ്രസിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷവും അദ്ദേഹത്തിന് അവഗണന ഉണ്ടായി. വേറൊരു കാര്യം നോക്കണം, അദ്ദേഹം കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്നും മാരകമായി തോറ്റാണ്. ഭീകരമായി എന്നല്ല, ഞാൻ മാരകമായി തോറ്റു തന്നെ പറയുന്നത്. അങ്ങനെ തോറ്റുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വെറും MP ആയിരിക്കേണ്ടി വരാണ്. തോൽപ്പിച്ചാൽ ഇപ്രാവശ്യം മണലൂർ പോയി തോറ്റു. അദ്ദേഹം മന്ത്രിയാവുമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇത്തവണ മന്ത്രിസഭയിൽ ഇല്ല. അദ്ദേഹത്തിനെ തോൽപ്പിച്ചു എന്ന് പറയുന്ന കെ മുരളീധരൻ ഇത്തവണ മന്ത്രിസഭയിൽ എത്തുന്നു എന്നുള്ളതാണ്. ഈ ദീർഘകാലമായുള്ള മുരളീധരന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഒരു നേട്ടം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളിതിൽ കാണേണ്ടതുണ്ട്. മുരളി മന്ത്രിയാവുന്നു എന്നുള്ളത്. മുരളി ശരിക്കും അന്ന് പാർട്ടിയിൽ നിന്നും പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ KPCC അധ്യക്ഷനൊക്കെ ആയിരിക്കും സമയത്ത് ഭയങ്കര ഇമേജ് ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നീട് മന്ത്രിയാവാൻ പോകുന്നു. KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മന്ത്രിയാവാൻ പോയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ രാഷ്ട്രീയത്തിലുണ്ടായ ഏറ്റവും തിരിച്ചടി. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി അതായിരുന്നു എന്നുള്ളത്. പക്ഷെ അദ്ദേഹം വീണ്ടും ഇത്തവണ മന്ത്രിയാവുന്നു എന്നുള്ളത് വലിയ ശരിക്കും ഈ മന്ത്രിസഭയിൽ ഏറ്റവും കരുത്തനായ മന്ത്രിയായിട്ട് CP ജോൺ ഇതുപോലെ തന്നെ MV രാഘവനോട് ആഭിമുഖ്യം പുലർത്തി CPM നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു DYFIയുടെ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം MV രാഘവനോടുള്ള കമ്മിറ്റ്മെന്റിൽ പോകുന്നു. പല ആളുകളും MV രാഘവനെ പിന്നീട് കൈയൊഴിഞ്ഞു. പല നേട്ടങ്ങളും നേടിയതിനു ശേഷം MV രാഘവനെ കൈയൊഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ നമുക്കറിയാം MK കണ്ണനെ പോലെയുള്ള ആളുകളൊക്കെ MVRനോട് വലിയ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. MVR നിശബ്ദനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചപ്പോൾ നേരെ മറുകണ്ഠം ചാടി CPMൽ പിന്നീട് ചേരുകയും അദ്ദേഹത്തിന് CPM വലിയ സ്വീകരണം നൽകുകയും കഴിഞ്ഞ തവണ കേരള ബാങ്കിന്റെ ഉപാധ്യക്ഷനൊക്കെ ആയി ഇരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം തൃശ്ശൂരിൽ ഇപ്പോഴും CPMന്റെ വലിയ നേതാവായി നിൽക്കുന്നു. അങ്ങനെ പലരും. പക്ഷെ ഇദ്ദേഹം എല്ലാ കാലത്തും CMB എന്ന പ്രസ്ഥാനത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് UDF എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിൽ പോലും UDF ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള രീതിയിൽ അദ്ദേഹം എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിന്നു. പലതവണ അദ്ദേഹം തോൽപ്പിച്ചു. അദ്ദേഹം നേരത്തെ തന്നെ ജയിച്ച് മന്ത്രിയൊക്കെ ആവേണ്ടിയിരുന്ന ആളായിരുന്നു. പക്ഷേ പലതവണ അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങി. ഇത്തവണ എന്തായാലും അദ്ദേഹം ജയിച്ചു. തിരുവനന്തപുരത്ത് അദ്ദേഹം ആ സീറ്റ് മതി എന്ന് പറയുന്നു. ആ സീറ്റ് മേടിച്ച് അദ്ദേഹം ജയിച്ചു. അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാകുന്ന പറയുന്നത് ശരിക്കും CP ജോണിന് സഹകരണ വകുപ്പാണ് കൊടുക്കേണ്ടിയിരുന്നത്. സഹകരണ വകുപ്പൊക്കെ ഏറ്റവും ഗ്രാമവികസനം കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്തത്. ഗ്രാമവികസനം വേറെ കാര്യം പറയാം, CP ജോണിന് ഏത് വകുപ്പ് കൊടുത്താലും അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഈ മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തനായ മന്ത്രി ആരായിരിക്കും? ഏറ്റവും എല്ലാ വകുപ്പിലും അഴിമതിരഹിതനായിട്ടുള്ളൊരു മന്ത്രിയായിരിക്കും. ഏറ്റവും ഗംഭീരമായി വകുപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മന്ത്രിയായിരിക്കും. പക്ഷേ ഇതിലൊരു വിഷമമുള്ളത് എന്താ അറിയാമോ? അദ്ദേഹത്തിന് കൊടുക്കുന്നു
എന്ന് പറയപ്പെടുന്നത് ഗതാഗത വകുപ്പാണ്. ഗതാഗത വകുപ്പിലാണ് ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. കാരണം KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രഖ്യാപിക്കും. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടാണ് അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമായിരിക്കും. അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ നല്ല കരുത്തനായിട്ടുള്ള ഒരു മന്ത്രിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. കാരണം അദ്ദേഹത്തിന്റെയും ഒരു പാരമ്പര്യം. ഇപ്പൊ ബേബി ജോൺ നമുക്കറിയാം, നമുക്ക് അദ്ദേഹം ദീർഘകാലം മന്ത്രിയായിരുന്ന ആളാണ് ബേബി ജോൺ. അതുപോലെ തന്നെ ബേബി ജോൺ എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു. കൊല്ലം ജില്ലയിൽ യഥാർത്ഥത്തിൽ അക്കാലത്ത് 2 UDF നേതാക്കന്മാരുണ്ടായിരുന്നത്. അദ്ദേഹം ഇടക്കാലത്ത് LDFന്റെ ഭാഗമായിരുന്നു, പിന്നീട് UDFന്റെ ഒക്കെ ഭാഗമായിരുന്നതാണ്. പക്ഷേ ഏറ്റവും കരുത്തരായ 2 നേതാക്കന്മാർ, ഒന്ന് R ബാലകൃഷ്ണപിള്ളയും മറ്റൊന്ന് ഈ ബേബി ജോൺ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം ശരിക്കും മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ ഏറ്റവും പോരാട്ടം നടത്തുകയും അവരുടെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ തൊഴിൽ മന്ത്രി എന്നുള്ള ഷിബു ബേബി ജോൺ നല്ല ഗംഭീരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ്. മാത്രമല്ല ഇത്തവണ UDF അധികാരത്തിലേക്ക് എത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഷിബു ബേബി ജോണിൻ്റെയൊക്കെ നേതൃത്വം നടന്ന പ്രവർത്തനമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു നമ്മൾ കാണണം. പിന്നെ PK കുഞ്ഞാലിക്കുട്ടി വരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവരൊന്നും മന്ത്രിസഭയിൽ മന്ത്രിമാരല്ലാതെ ഇരുന്നിട്ട് പോയി. കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് നിരവധിയായ അദ്ദേഹത്തിന് വ്യക്തിപരമായ അതിശയങ്ങൾ ഉണ്ടായപ്പോഴും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു നേതാവ് എന്നുള്ള നിലയിലൊക്കെ UDFന്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു. ഒരുപക്ഷെ ഈ മുസ്ലിം ലീഗിനെ UDF തന്നെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും കൃത്യമായ പങ്ക് വഹിച്ച നേതാവ് അദ്ദേഹം തന്നെയാണ്. മാത്രമല്ല ഇവിടെ വർഗീയ ശക്തികളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലൊക്കെ ചില വർഗീയ ശക്തികളൊക്കെ ശക്തി പ്രാപിച്ച സമയത്ത് അതിനെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്ത ഒരു നേതാവ് കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി. അത് മതേതരത്തൊക്കെ പുലരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം വീണ്ടും മന്ത്രിയായി വരുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതന്നെയാണ്. അപ്പോൾ പിന്നെ മന്ത്രിമാരൊക്കെ വരുന്നത് ക്രമേണ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അനൂപ് ജേക്കബ് മാത്രമാണ് അതിനകത്തൊരു ഘടകകക്ഷിയുടെ ഒരു വലിയ പുലി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എങ്കിലും അനൂപ് ജേക്കബിനും വേറൊരു പാരമ്പര്യമുണ്ട്. അദ്ദേഹം TN ജേക്കബിന്റെ മകനാണ്. അദ്ദേഹം ശരിക്കും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു വിജിലൻസ് കേസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വകുപ്പ് അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം അത്ര ഒരു പരിചയസമ്പന്നനല്ലാത്തത് കൊണ്ടുണ്ടായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ ഇതിൽ വലിയ കൈയിട്ട് വരാൻ വേണ്ടി ശ്രമം നടത്തിയൊക്കെയാണ് അദ്ദേഹത്തിന് ഈ കുഴിച്ചടിച്ച്. ഇത്തവണ അവരൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം, പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതില് മന്ത്രിമാരിൽ ഏറ്റവും ചിലപ്പോൾ ഷൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വലിയ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിച്ചടി കിട്ടാവുന്നത് ലിജുവിനാണ്. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത എല്ലാ ആളുകളും പലതരത്തിൽ ലിജുവിനാണ് എക്സൈസ് ലിജുവിനാണ് സഹകരണവും എക്സൈസും എന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. സഹകരണം എക്സൈസ് ഒരാൾ കൊടുക്കും അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ സാംസ്കാരികവും പിന്നെ മറ്റേ ഫിഷറീസൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയില്ലേ, അതുപോലെ അത് ഏറ്റവും വിചിത്രമായിട്ടാണ് 2 കൊണ്ടുപോയത്. അതുകൊണ്ട് അത്തരം ഒരുമിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മന്ത്രിയായിട്ട് PC വിശ്വനാഥ് ശരിക്കും സാംസ്കാരിക വകുപ്പ് ആണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ എന്തായാലും ഗംഭീരമായിട്ട് സാംസ്കാരിക വകുപ്പ് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നതല്ല, അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റും. അവിടെ ലിജുവിന്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ UDFലെ എല്ലാ കാലത്തും എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത എല്ലാ ആളുകളും പ്രശ്നത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിലൊന്നും പെടാതെ ഏറ്റവും ഗംഭീരമായി കൊണ്ടുപോട്ടെ. അതുപോലെ തന്നെ ഏറ്റവും പരിചിതനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം നന്നായി ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും, അതിനകത്ത് യാതൊരു പ്രശ്നവും. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ധനവകുപ്പ് തുറമുഖവും ഉണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി തുറമുഖമാണ് ഒരു പ്രശ്നമാകാൻ വേണ്ടിയിട്ട് മറ്റൊരു സോളാറായി മാറാതിരിക്കട്ടെ. ഇനിയിപ്പോ നമ്മളിപ്പോ ഈ നാളെ ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യുന്നല്ലോ സർക്കാരിൽ, നമുക്കിപ്പോ വിശ്വാസമുണ്ട് എന്തായാലും VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ ഈ എല്ലാ വകുപ്പുകളും നന്നായി കോർഡിനേറ്റ് ചെയ്യപ്പെടും. നല്ല ഒരു സർക്കാരായിട്ട് തന്നെ മാറാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. വരും കാലത്ത് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സതീശൻ തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്, കുറ്റങ്ങൾ കണ്ടാൽ നിങ്ങൾ നിശിതമായി വിമർശിക്കണം, പക്ഷേ എല്ലാ കാര്യവും വിമർശിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ശൂന്യതയിൽ നിന്ന് വാർത്ത ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വിമർശിക്കാനില്ല, അദ്ദേഹം നന്നായി വൃത്തിയായി കൊണ്ടുപോട്ടെ.